നമ്മൾ എല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുള്ള എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം നമ്മളുടെ മനസ്സിൽ സദാസമയം ഉണ്ടാകുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എത്ര പേർക്കാണ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനും അത് ഫിറ്റ് ചെയ്യാനും അറിയാവുന്നത്? അതെ, ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റെതായ രീതികളുണ്ട്. എന്നാൽ ഈ രീതികളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര മണ്ടത്തരങ്ങളാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത്. ഗ്യാസിന് മണമില്ല, പക്ഷേ അത് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി ഒരു മണമുണ്ട്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ചോർന്നാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധം ആർക്കുമില്ല. എന്നാൽ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമായി ഗ്യാസ് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന്. ഗ്യാസുകൾ ചരിച്ചിടണോ ഉരുട്ടിടാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്ത് വരാൻ സാധ്യതയുണ്ട്. നമ്മളിൽ എല്ലാവരും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വെക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്തൊരിടത്ത് വെക്കാം എന്നതാണ്. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിലേക്ക് മർദ്ദം കൂടുകയും അത് സ്ഫോടനമാവുകയും കാരണമാകും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലേക്ക് മൂടി വെക്കുകയോ അടിച്ചു വെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യരുത്. അടുക്കളയിലെ വാതിലുകളും ജനാലുകളും തുറന്ന് വെക്കണമെന്ന്, വായു സഞ്ചാരമുള്ളതാക്കണം എന്ന നിയമം എത്ര പേർക്കറിയാം? അതുപോലെ വർഷത്തിൽ ഒരിക്കൽ ഗ്യാസ് ട്യൂബ് മാറ്റണം എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അതുപോലെ തന്നെ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അടുക്കളയിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഒന്നും ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനും പാടില്ല, അഥവാ പുതിയതായി ഓൺ ചെയ്യാനും പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യണം. അതിനുശേഷം അടച്ചിട്ട ജനലുകളും വാതിലുകളും തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് അത് പുറത്തേക്ക് ശക്തിയായി തീ വന്നാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്ന സത്യം നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം. ലിക്വിഡ് പെട്രോളിയം പുറത്ത് വന്ന് അത് ഓക്സിജൻ്റെ സഹായത്തോടാണ് അത് കത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കട്ടിയുള്ള ചാക്കോ പുതപ്പോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലിട്ടാൽ അത് തീ അടയും. പിന്നീട് ഗ്യാസ് കുറ്റി ഒരിക്കലും നിലത്ത് വലിച്ചു കൊണ്ടുപോകാതെ അത് കുറച്ചു പൊക്കിക്കൊണ്ട് പോകണം. കുറ്റി പുറത്ത് വെക്കുകയും അവിടെ നിന്ന് കണക്ഷൻ പൈപ്പിലൂടെ അടുക്കള പാചകം ചെയ്യുന്നിടത്തേക്ക് എത്തിക്കലാണ് ഉത്തമം. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ആകുമ്പോൾ പുറത്തു പോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രോബ്ലം ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം.